ഈ ചെക്കന്മാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഈ പെണ്ണുങ്ങൾ എങ്ങനെയാണ് ഇത്രയും വീട്ടിൽ ഇരിക്കുന്നത്, അവർക്ക് ബോറടിക്കൂലേ, അവരെന്താ സാധാരണ ചെയ്യാറ്, ഞങ്ങളൊക്കെ ബോറടിക്കുമ്പോൾ ഞങ്ങൾ പുറത്തു പോയി കളിക്കാറുണ്ട്, പക്ഷെ അവർ പുറത്തേക്കൊന്നും പോണ കണ്ടിട്ടില്ല, പിന്നെ എങ്ങനെ അവരെ ബോറടി മാറ്റുന്നത് അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ ഒരു അവസ്ഥ വെച്ച് പറയുകയാണെങ്കിൽ ഞാൻ നീക്കാൻ തന്നെ 10 മണിയാവും. എന്തോ ഭാഗ്യത്തിന് ഇന്ന് 9:30 ആയിട്ടുണ്ടായിരുന്നു നീക്കാൻ. പിന്നെ രാവിലത്തെ ഫുഡിനെ പറ്റി പറയുകയാണെങ്കിൽ കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ ഇല്ല. കിട്ടിയിട്ടില്ലെങ്കിൽ മിണ്ടാതൊരു ഭാഗത്തിരിക്കണം, കാരണം നേരം വൈകി നീക്കുന്നത് നമ്മളാണ്. രാവിലെ എനിക്ക് പുട്ട് കിട്ടിയിട്ടുണ്ടാകും എന്തോ ഭാഗ്യത്തിന്, നേരത്തെ നീറ്റുകൊണ്ടാവാം. പിന്നെ ഞാൻ കുറച്ച് കടല പുറത്തേക്ക് ഇട്ട് കൊടുത്തത് വേറെ ആയിരിക്കുമല്ല, അവിടെ ഒരു കാക്ക ഇരിക്കുന്നുണ്ടായിരുന്നു, അത് കഴിച്ചോട്ടേച്ചിട്ട് ഇട്ട് കൊടുത്തതാണ്. പക്ഷേ കാക്കക്ക് പുച്ഛം ഗൈസ്, എന്നോട് ഭയങ്കര പുച്ഛം, എനിക്ക് വേണ്ടാന്നുള്ള രീതിയിലായിരുന്നു നിന്നിരുന്നേ. പിന്നെ ഞാൻ ഒരു ആപ്പിൾ ഉപ്പും മുളകും വെച്ചിട്ട് തിന്ന് നോക്കി, സത്യം പറയാലോ ടേസ്റ്റ് ഇല്ല. 1 മണിയാകുമ്പോഴത്തേന് ഞങ്ങൾക്ക് ചോറ് റെഡിയാണ്. പിന്നെ എന്ത് വേണം, ഒരു പണി കൊടുക്കണ്ടെന്ന് പറയാം സത്യം പറഞ്ഞാൽ. ഇന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് അത്ര വലിയ ഇഷ്ടമുള്ള കറിയൊന്നും ആയിരുന്നില്ല, പക്ഷേ കേക്ക് തന്നെ വെറുതെ വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട വിചാരിച്ചു, അങ്ങനെ ഉള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു ഞാൻ. അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കർട്ടനൊക്കെ പൂട്ടിയിട്ട് ഒരു കാര്യം ചെയ്യാൻ, ഇതാണ് എനിക്ക് ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന കാര്യം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോണിലിരുന്നാണ്ട് റീല് കാണും, സമയം പോണത് തന്നെ അറിയില്ല, കാരണം ഇതൊക്കെ തന്നെ ഉള്ളു മാർഗ്ഗം സമയം കളയാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊന്ന് ഉറങ്ങും. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാനൊരു ട്യൂഷൻ എടുക്കുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ കുട്ടികൾ വരും. ഇപ്പോൾ എക്സാം ആയ കാരണം ഞാൻ നേരത്തെ അവർക്ക് എടുത്തു കൊടുക്കുന്നത്, എനിക്ക് ടൈം പോകണമല്ലോ. അവരോരോ സംശയങ്ങൾ കേട്ടടക്ക് ഞാൻ നെട്ടാറുണ്ട്, അപ്പോൾ എനിക്കറിയണൊക്കെ വെച്ചിട്ട് ഞാൻ അവർക്കണ്ട് പറഞ്ഞു കൊടുക്കും.